മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ ഹരിശങ്കർ പാത്തും പതുങ്ങിയും വന്ന് മുത്തശ്ശിയുടെ റൂമിൻ്റെ ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുക. ശബ്ദം കേട്ടുണരുന്ന അലീന മുത്തശ്ശി ഒന്ന് നോക്കിയെങ്കിലും മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ അത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടന്നുറങ്ങുമ്പോഴേക്കും ഹരിശങ്കറിന് ദേഷ്യം പിടിക്കുക. വീണ്ടും ഡോറിന്റെ ലോക്ക് പിടിച്ച് തിരിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും നടക്കാത്തത് കൊണ്ട് അവൻ നിരാശയോടെ ദേഷ്യത്തോടെ അവിടുന്ന് പോവുക. രാവിലെ ആവുമ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അലീന ഡൈനിങ് ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹരിശങ്കർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൻ അടുത്തു ചെന്ന് നിന്ന് ചുമച്ചു കാണിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുക. അവൻ അവളുടെ പിറകെ തന്നെ നടന്നുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു, ഡോറിൽ കുറെ തട്ടി, എന്താ തുറക്കാതിരുന്നേ, ഞാൻ കുറെ നേരം അവിടെ കാത്തിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അലീന അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുക. അവൻ പിന്നെയും അവളുടെ പുറകെ നടന്ന് എന്താ വാതിൽ തുറക്കാതിരുന്നേ, ഉറങ്ങിപ്പോയോ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ പിന്നെയും മൈൻഡ് ചെയ്യാതിരിക്കണ കണ്ട് അവൻ ദേഷ്യത്തോടെ നിനക്കെന്താ ചെവി കേട്ടൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്കായി പോകാൻ തുടങ്ങിയ അലീനയുടെ പിറകെ ചെന്ന് എൻ്റെ റൂമും ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് ഒച്ചത്തി പറയാ. അവൾ പിന്നെയും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫ്ലോർ ക്ലീൻ ചെയ്യണ കണ്ട് പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ റൂമും ക്ലീൻ ചെയ്യണമെന്ന്, ഇപ്പം തന്നെ വേണം എന്നവൻ വാശി പിടിക്കണ കണ്ട് ഓക്കെ തുടയ്ക്കാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ക്ലീനിങ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദേഷ്യത്തോടെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവുക. എങ്ങനെയും അലീനയെ തൻ്റെ വരുതിയിലാക്കണമെന്ന ഉദ്ദേശത്തോടെ അവൻ സമാധാനമില്ലാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അലീന വരുന്നുണ്ടോയെന്നും വാതിൽക്ക് ചെന്ന് നോക്കുന്നുണ്ട്. വീണ്ടും റൂമിനകത്ത് ചെന്ന് ജനലിൻ്റെ കർട്ടനൊക്കെ താഴ്ത്തിയിടുക. അപ്പോഴേക്കും ക്ലീൻ ചെയ്യാനുള്ള ബക്കറ്റും മോപ്പും ഒക്കെയായി അലീന അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൾ അകത്തു കയറി റൂം ക്ലീൻ ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും പുറത്താരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ട് പതിയെ അവൻ റൂമിൻ്റെ ഡോർ അടയ്ക്കുക. മനസ്സിൽ പലതും കണക്ക് കൂട്ടി ഒരു വല്ലാത്ത നോട്ടത്തോടെ അവൻ അലീനയുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈവഴിക്കുമ്പോഴേക്കും അവൾ ജോലി നിർത്തി തിരിഞ്ഞു നിന്ന് അവൻ വെച്ച കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്ക് എന്ന് ദേഷ്യത്തോടെ അവൾ പറയുമ്പോഴേക്കും നിനക്കെന്താ വേണ്ടത്, എന്തു വേണമെങ്കിലും ഞാൻ തരാം എന്നവൻ പറയണ കേട്ട് അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ പറയട്ടെ, കഴിയുമെങ്കിൽ ഒരു സഹോദരൻ അവൻ്റെ സഹോദരിയോട് പെരുമാറുന്ന പോലെ പെരുമാറണം എന്നവൾ ഉറപ്പിച്ച് പറയുമ്പോൾ വീട്ടുജോലിക്ക് വന്ന നിന്നെ എൻ്റെ സഹോദരിയായിട്ട് കാണാൻ എനിക്കെന്താ തലയ്ക്കോളമുണ്ടോ, ആ സ്ഥാനത്തെ എനിക്ക് വേറെ ആളുണ്ട് എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ എന്നാ പിന്നെ കൈതയ്ക്കൽ മാളിക വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാണിൻ്റെ അന്തസ് കാണിക്കണം, തറവാട്ടിൽ പിറന്ന ആമ്പിള്ളേരെ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് നീ പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അലമാര തുറന്ന് അതിന്ന് പേഴ്സെടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് നിനക്ക് എത്ര പൈസ വേണം പറഞ്ഞോ, 5000 വേണോ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാശെടുത്ത് അവളുടെ നേരെ നീട്ടി അത് വാങ്ങാൻ പറയുന്നുണ്ട്. അവൾ അവൻ്റെ കൈ പിടിച്ച് താഴ്ത്തിക്കൊണ്ട് എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ, അതാദ്യം മനസ്സിലാക്ക് എന്നലീന വീണ്ടും പറയണ കേട്ട് നീ ഇങ്ങനെ ശീലാവധി ചമയാനൊന്നും നോക്കല്ലേ, ഞാനിങ്ങനെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാ, നിനക്ക് ഗോൾഡാണോ വേണ്ടത്, മര്യാദയ്ക്ക് ഞാൻ പറയണ പോലെ നിന്ന 2 പവൻ്റെ ചെയിൻ ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട പ്ലീസ്, ആ മനുച്ചേട്ടനൊക്കെ എത്ര ഡീസൻ്റാ, എന്തൊരു മര്യാദയാ, എല്ലാരോടും എന്തൊരു റെസ്പെക്റ്റോടെയാ പെരുമാറുന്നേ, അദ്ദേഹത്തിൻ്റെ അനിയനല്ലേ നിങ്ങൾ എന്നവൾ വീണ്ടും ചോദിക്കുമ്പോൾ നീ പോടി പുല്ലേ, എൻ്റെ അടുത്ത് ഗുണവധികരം പറയല്ലേ എന്നവൻ അമർഷത്തോടെ പറയുമ്പോൾ ശരി ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും തൻ്റെ ജോലി തുടരാനായി പോവുക. ഇത് കണ്ട് ഹരി ദേഷ്യത്തോടെ തൻ്റെ പേഴ്സ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ ഉണ്ടാക്കിയത് മതി, ഒരു കോപ്പും ചെയ്യണ്ട, പോ ഇവിടുന്ന്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾ തൻ്റെ ജോലി നിർത്തി ബക്കറ്റും മോപ്പുമൊക്കെയായി വാതിൽ തുറന്ന് പുറത്തിറങ്ങി പോവുക. വീണ്ടും അവൾ തൻ്റെ പിടിയിന്ന് വഴുതിപ്പോയത് കണ്ട ഹരി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് ദേഷ്യത്തോടെ അവിടെ നിന്ന് പിറുപിറുക്കുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ തൻ്റെ വീട്ടിൽ ഒരു കോൾ ചെയ്തുകൊണ്ട് ഡൈനിങ് ഹാളിലൂടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും വേറൊരു മൊബൈൽ റിങ് ചെയ്യണ കണ്ട് അവിടെ ഇരിക്കുന്ന മകൻ രാഹുൽ ഫോൺ എടുത്തു കൊടുക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരുന്ന കോൾ കട്ട് ചെയ്ത് ബാലചന്ദ്രൻ ഇതെടുക്കുമ്പോൾ അപ്പുറത്ത് വൈജയന്തിയായിരുന്നു. അപ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് എണീറ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. മറ്റേ ഫോൺ കുറെ സമയമായിട്ട് ബിസിയാണല്ലോ, ആരാ എന്നവൾ ചോദിക്കുമ്പോൾ അതൊരു സുന്ദരി, എന്തിനാ ഒന്നാക്കിയത്, ഒരു 5 ആയിക്കോട്ടെ എന്ന് അവൾ പറയുമ്പോൾ നീ ഇപ്പോൾ എവിടെയാന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാനേ എൻ്റെ സിംഹാസനത്തിൽ
എന്നവൾ പറയുമ്പോൾ ആ ഫ്യൂഡൽ മനസ്ഥിതി ഇതുവരെ പോയിട്ടില്ലല്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുക. ഞാൻ വിളിച്ച കാര്യം പറയാം. നാളെ ശിവേട്ടൻ ദുബായിക്ക് പോവുക. യാത്ര അയക്കാൻ പോണ്ടേ? ഇന്ന് തന്നെ ചെല്ലണ്ടേ? പാക്ക് ചെയ്യാനും വല്ല വറുത്തതും പൊരിച്ചതുമൊക്കെ കൊടുത്തയക്കാനും നമ്മൾ തന്നെ സഹായിക്കണ്ടേ എന്നവൾ ചോദിക്കുമ്പോൾ നിന്റെ ആങ്ങളെയല്ലേ, നീ പോയി സഹായിച്ചോന്ന് ബാലചന്ദ്രനും മറുപടി പറയുന്നുണ്ട്. ബാലചന്ദ്രൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വൈകുന്നേരം വന്നോളാം, എൻ്റെ സഹകരണമേ, കുപ്പി ഉണ്ടാവും, ടച്ചിങ്സ് ഉണ്ടാവും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ താൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകുമെന്ന് അവൾ പറഞ്ഞിട്ട് കോൾ വയ്ക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് പഠിക്കുന്ന കൃഷ്ണ അച്ഛനോടായി ഞങ്ങളും കൂടി വരട്ടെ അങ്കിളിനെ യാത്രയാക്കാനെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, അവിടെ ഇരുന്ന് പഠിക്ക് എന്ന് അച്ഛൻ പറയണ കേട്ട് നാളെ അങ്കിള് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ അമ്മയുടെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും, ചിലപ്പോൾ അവൾ കളഞ്ഞിട്ട് പോവും എന്ന് ബാലചന്ദ്രൻ പറയണ കേട്ട് മുത്തശ്ശിയെ എവിടെ കൊണ്ടുപോയി കളയാനെന്ന് അവൾ ചോദിക്കാം. അതെന്താ പൂച്ചക്കുഞ്ഞാണോ? ആ ഹോം നേഴ്സിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ അച്ഛാ? ഒന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, എല്ലാം നിന്റെ അമ്മ തീരുമാനിക്കും, വേണോ വേണ്ടയോ പിരിച്ചുവിടണോ എന്നൊക്കെ അച്ഛൻ പറയണ കേട്ട് അച്ഛൻ എന്തിനാ അമ്മയുടെ പിടിവാശി എപ്പോഴും അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതെന്ന് അവൾ ചോദിക്കുക. ഒന്ന് സമാധാനത്തോടെ ജീവിച്ചു പൊക്കോട്ടെ മോളെ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോവുക. റൂമിലെ കട്ടിലിരുന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു പാത്രത്തിൽ എണ്ണയുമായി അലീന എത്തുന്നുണ്ട്. തലയിൽ എണ്ണയൊക്കെ പുരട്ടി ഒന്ന് മുടി കഴുകി ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് സുന്ദരിയാവണ്ടേന്ന് മുത്തശ്ശിയോട് അലീന ചോദിക്കുമ്പോൾ ഇനി എനിക്ക് എന്ത് സൗന്ദര്യം മോളെ, എല്ലൊടിഞ്ഞ് പല്ല് കൊഴിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞൊരു കോലം എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ മുത്തശ്ശി സുന്ദരിയായിരുന്നെന്ന് എനിക്കറിയാം, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പണ്ട് സുന്ദരിയായിരുന്നെന്ന് എന്നവൾ പറയണ കേട്ട് പോടി അവിടുന്ന്, ഒന്ന് കളിയാക്കാതെ. ഇത് കണ്ട് അല്ലായിരുന്നോന്ന് അവൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലം, ചിരിച്ചു കളിച്ച് ഓടിത്തിമിർത്ത് വെച്ചു വിളമ്പി പെറ്റു വളർത്തി ഒരു കുടുംബം നോക്കി നടത്തിയ കാലം. എന്തെല്ലാം സംഭവങ്ങളാ, എത്രയെത്ര മനുഷ്യരാ എന്നൊക്കെ ഓർത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് നീ ചെറുപ്പമല്ലേ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനും അമ്മയും കൂടെ പിറപ്പുകളും ഒന്നും ഇല്ലല്ലോ നിനക്ക്, സ്വന്തം ബന്ധക്കാര് ആരുമില്ലാത്തവർക്കേ അതിന്റെ വില അറിയണമെന്നില്ല എന്ന് മുത്തശ്ശി പറയണ കേട്ട് ആരാ പറഞ്ഞ് എനിക്ക് ആരുമില്ലെന്ന്, എനിക്കെല്ലാവരുമുണ്ട്. വലിയ കുടുംബം എൻ്റേത്, അച്ഛൻ അമ്മ കൂടെ പിറപ്പുകള് ബന്ധുജനങ്ങൾ വീട് പുരയിടം കാറ് ബിസിനസ് എന്ന് അലീന പറയുമ്പോൾ എന്നിട്ട് മനു ഇവിടെ പറഞ്ഞത് നീ അനാഥയാണെന്നാണല്ലോ, അവരൊക്കെ ഉണ്ടായിട്ടാണോ നീ ഇവിടെ വന്ന് എൻ്റെ മലവും മൂത്രമൊക്കെ എടുക്കാൻ നിൽക്കണേ? അവരൊക്കെ എവിടെയാ എന്ന് ആകാംക്ഷയോടെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അതാ പ്രശ്നം, അവരൊക്കെ എവിടെയാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ എവിടെയാണെന്ന് അവർക്കും അറിയില്ല. മുത്തശ്ശി അവൾക്കിട്ട് ചെറുതായൊന്നടിച്ചോണ്ട് പൊടി കള്ളി, ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി എന്ന് മുത്തശ്ശി പിണക്കത്തോടെ പറയുമ്പോൾ എന്താ മുത്തശ്ശി ഓർത്തെന്ന് അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുക. ഇപ്പൊ പറയാൻ മനസ്സില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പിണങ്ങിയിരിക്കുമ്പോൾ എങ്കിലേ ഞാൻ എണ്ണ തേക്കാൻ പോവാന്ന് പറഞ്ഞ് അലീന എണ്ണ തേക്കാനായി തുടങ്ങാം. രാവിലെ തൊട്ടേ ചെറിയ കടച്ചിലും വേദനയും, ആദ്യമേ എൻ്റെ കൈമുട്ടിലിത്തിരി എണ്ണ തടവിത്താ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന മുത്തശ്ശിയുടെ കയ്യിൽ എണ്ണ തടവി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇന്നെൻ്റെ മോള് വരുമെന്ന് മുത്തശ്ശി പറയണത്. ഇത് കേൾക്കണ അലീന തടവൽ നിർത്തിക്കൊണ്ട് ഇവിടെയോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുക. നാളെ ശിവൻ ദുബായിക്ക് പോവില്ലേ, അവനെ യാത്രയാക്കാൻ വരുന്നതാ, പിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോവാനും. നാളെ മുതൽ നമ്മൾ വൈജമോളുടെ വീട്ടിലാ താമസം എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് തൻ്റെ അമ്മയെക്കുറിച്ചാണല്ലോ എന്നോർത്ത് അലീനയുടെ കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ട്. ഇന്ന് വരുമെന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ വരുമെന്ന് മുത്തശ്ശി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അവളപ്പോൾ ഓരോന്ന് ആലോചിച്ചിരിക്കണ കണ്ട് എന്തു പറ്റി കുഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്നുണരുന്നത്. വൈകുന്നേരം ആവുമ്പോൾ കാർ ഓടിച്ചുകൊണ്ട് വൈജയന്തി കൊല്ലപ്പള്ളിയിലെത്തുന്നുണ്ട്. ബാത്റൂമിൽ നിന്നിറങ്ങിയ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് കാറിന്റെ ഹോണടി കേൾക്കുന്നത്. ഇത് കേട്ട് അത് വൈജമോളാണെന്ന് മുത്തശ്ശി സന്തോഷത്തോടെ അവളോട് പറയാ. ഇത് കേട്ട് അലീന ആകെ നെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് അവളുടെ കാറിന്റെ സൗണ്ട് കേട്ടാൽ അറിയാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ കടപ്പാട്ടൂരിന്നാണോന്ന് അലീന ചോദിക്കുക. അതെന്ന് അവളാ അത് എന്ന് മുത്തശ്ശി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും തൻ്റെ അമ്മ വന്നതറിഞ്ഞ അലീന പിടിച്ചു നിൽക്കാനാവാതെ ടെൻഷനോടെ റൂമിൽ നിന്ന് പുറത്തേക്കോടി ഡൈനിങ് ഹാളിലെ ജനലിന്റെ കർട്ടൻ വലിച്ചു നീക്കി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു വരുന്ന തൻ്റെ അമ്മയെ അവൾ ആ ജനൽ ചില്ലിനിടയിലൂടെ ആദ്യമായി കാണുകയാണ്. അതാണോ തൻ്റെ അമ്മ എന്ന അമ്പരപ്പോടെ അത്ഭുതത്തോടെ അവൾ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുമ്പോൾ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശി അവളല്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ആകെ പരിഭ്രാന്തയായ അവൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ,
എന്നും പറഞ്ഞുകൊണ്ട് മുൻഡോർ തുറക്കാനായി വരുന്നുണ്ടെങ്കിലും അത് തുറക്കാൻ കഴിയാതെ അവൾ മാറി നിൽക്കുക. അപ്പോഴാണ് ആ ഡോറും തുറന്നുകൊണ്ട് വൈജയന്തി അകത്തേക്ക് കയറിപ്പോകുന്നത് മുത്തശ്ശിയുടെ റൂമിൽ നിന്നുകൊണ്ട് അവൾ കാണുന്നത്. അമ്മയെ ആദ്യമായി കണ്ട അവൾ സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും അമ്മയെ വിളിക്കാനായി പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അവൾ മുത്തശ്ശിയുടെ റൂമിലേക്ക് മാറി നിന്ന് ചുമരിന് പിന്നിൽ മറഞ്ഞു നിന്ന് പേടിയോടെ നഖം കടിച്ചുകൊണ്ട് അമ്മയെ ഒളിഞ്ഞു നോക്കുക. അവിടെ സോഫയിലിരിക്കുന്ന ശിവേട്ടന്റെ അടുത്തേക്ക് വൈജയന്തി എത്തുമ്പോഴേക്കും നീ എന്താ ഒറ്റയ്ക്കെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും ബിസിയല്ലേ എന്ന് വൈജയന്തി പറയുമ്പോൾ നീയാണല്ലോ അവനേക്കാളും ബിസി, എപ്പോഴും വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ എന്ന് ശിവേട്ടനും ചോദിക്കുന്നുണ്ട്. നിന്റെ മക്കളാരും വന്നില്ലേന്ന് ശിവേട്ടൻ ചോദിക്കുമ്പോൾ അവരാരും വന്നില്ല, ഞാൻ ബാങ്കിൽ നിന്ന് നേരിട്ട് പോന്നതാ, മാത്രമല്ല അവർക്ക് ട്യൂഷനും ഹോംവർക്കും ഒക്കെ ഉള്ളതല്ലേ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ശിവേട്ടൻ അവിടെ നിന്നെണീറ്റ് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമലെ വിളിക്കുന്നുണ്ട്. അലീന എപ്പോഴും മുത്തശ്ശിയുടെ റൂമിന്റെ ചുമരിന് പിന്നിൽ ഒളിച്ചുകൊണ്ട് തന്റെ അമ്മയെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. കമല ഭയങ്കര തിരക്കില്ല. നാളെ ദുബായിക്ക് പോകുമ്പോൾ എനിക്ക് തന്നയക്കാൻ എന്തൊക്കെയോ വറക്കുകയോ പൊരിക്കുകയോ ഉപ്പിലിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് ശിവേട്ടൻ പറയുമ്പോഴേക്കും കമല അങ്ങോട്ടെത്തി വൈജയ് നീ എത്തിയോ എന്ന് ചോദിക്കുക. എനിക്കും കുറച്ച് തന്നയക്കണേ എന്ന് വൈജയന്തി പറയുമ്പോൾ എന്ത് എന്ന് കമല ചോദിക്കുക. ശിവേട്ടൻ പറഞ്ഞു വറക്കലും പൊരിക്കലും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ടെന്ന് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഹരിശങ്കർ മുകളിൽ നിറങ്ങി വന്ന് ഹായ് ആൻറ്റി എന്ന് വിളിക്കണ കേട്ട് ഈ പിള്ളേരെന്താ ഇങ്ങനെ, പണ്ടൊക്കെ അപ്പച്ചി എന്നാ വിളിച്ചോണ്ടിരുന്നത് എന്ന് കമല ദേഷ്യപ്പെടുമ്പോഴേക്കും ഇപ്പൊ അപ്പച്ചി എന്നതൊക്കെ പോയില്ലേ, എനിക്കിങ്ങനെ ആൻറ്റി എന്ന് വിളിക്കുന്നത് തന്നെയാ ഇഷ്ടം എന്നൊക്കെയുള്ള അവരുടെ സംസാരവും കളിയും ചിരിയുമെല്ലാം അലീന അവിടെ നിന്ന് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. ശിവേട്ടന് കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയായോ ചേച്ചി എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാന്ന് കമല ചോദിക്കണം കേട്ട് പുതിയ ജോലിക്കാരില്ലേ ഇവിടെയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അലീന പേടിയോടെ തിരിഞ്ഞു നിൽക്കുക. ജോലിക്കാരി, അവളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യിക്കാൻ നിന്ന അപ്പോൾ തുടങ്ങും അമ്മയുടെ വിളി, അലീന കുഞ്ഞേ ഇങ്ങോട്ടൊന്ന് വന്നേന്ന്. ഇത് കേട്ട് അലീനയെന്നാണോ അവളുടെ പേരെന്ന് വൈജയന്തി ചോദിക്കുക. ആദ്യമായി തൻ്റെ അമ്മയുടെ വായിന്ന് തൻ്റെ പേര് കേട്ടതിൻ്റെ അത്ഭുതത്തിലും ടെൻഷനിലും അലീന നിൽക്കുന്നത് കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.